ഒന്നര വർഷത്തിന്റെ ഇടവേളയിൽ ജനിച്ചവർ, 2 വർഷത്തിന്റെ ഇടവേളയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ-19 ലോകകപ്പ് കളിച്ചവർ, 4 വർഷത്തിന്റെ ഇടവേളയിൽ ഓരോ ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളികളായവർ, ഒടുവിൽ ഒരുമിച്ചൊരു ലോകകപ്പ് ഉയർത്തി അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ഒരുമിച്ച് പടിയിറങ്ങിയവർ. ഇപ്പോഴിതാ 5 ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഇരുവരും വിരമിക്കുകയാണ്. വലിയൊരു നഷ്ടമാണ് ഇരുവരും ഇന്ത്യൻ ടീമിൽ സൃഷ്ടിക്കുന്നത്. ഇരുവരുടെയും വിരമിക്കൽ കാരണം ഒരുപാട് അഴിച്ചുപണികൾ വേണ്ടിവരും ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിന് ഇനിയൊരു സ്ഥിരതയുണ്ടാകാൻ. മഹേല ജയവർദ്ധനെയും കുമാർ സംഗകാരെയും ഒരുമിച്ച് പടിയിറങ്ങിയപ്പോൾ ശ്രീലങ്ക നേരിട്ടതുപോലെ ഒരു പ്രതിസന്ധി ഇന്ത്യക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ തൽക്കാലം സാധിക്കുകയുള്ളൂ. 2006-ൽ ഇന്ത്യ റണ്ണറപ്പുകളായ അണ്ടർ-19 ലോകകപ്പിന്റെ കണ്ടെത്തലായിരുന്നു രോഹിത് ശർമ്മ. തൊട്ടടുത്ത വർഷം കന്നി T20 ലോകകപ്പിൽ കിരീടമുയർത്തിയ ഇന്ത്യൻ യുവനിരയിൽ 19കാരൻ രോഹിത്തും ഉണ്ടായിരുന്നു. 2008-ൽ ഇന്ത്യ അണ്ടർ-19 കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ അതേ വർഷം അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചു. ഏകദിനം ക്രിക്കറ്റിലായിരുന്നു അത്. പേര് വിരാട് കോഹ്ലി. 2011-ൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് ഉയർത്തുമ്പോൾ 4-ാം നമ്പറിൽ കോഹ്ലിയുണ്ട്. പ്രായം കൊണ്ട് സീനിയർ ആണെങ്കിലും അസ്ഥിരതയും അലസതയും മുഖമുദ്രയാക്കിയ പഴയ രോഹിത്തിന് ആ ടീമിൽ ഇടം പിടിക്കാനായില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 ധ്രുവങ്ങളായിരുന്നു വിരാട്ടും രോഹിത്തും. ഒരേ കാലഘട്ടത്തിൽ തുടങ്ങി സമാന്തരമായി മാത്രം സഞ്ചരിച്ച പ്ലേയിങ് കരിയർ. എന്നിട്ടും പരസ്പരമുള്ള താരതമ്യങ്ങൾക്ക് കാര്യമായ ഇടം കൊടുക്കാതിരിക്കുന്നിടത്തോളം വ്യത്യസ്തത പുലർത്തിയവർ. കഠിനാധ്വാനത്തിന്റെയും ഫിറ്റ്നസിന്റെയും ആൾരൂപമായി വിരാട് നിലകൊണ്ടപ്പോൾ ലേസി എലഗൻസ് എന്ന വിശേഷണം സ്ഥാനത്തും അസ്ഥാനത്തും ഏറ്റുവാങ്ങി രോഹിത്. എലഗൻസിനേക്കാൾ ലേസിനെസിന് പ്രാധാന്യം കിട്ടിയ ആദ്യകാലത്തിനു ശേഷം ഓപ്പണിംഗ് റോളിൽ പരീക്ഷിക്കപ്പെട്ടതോടെയാണ് രോഹിത്തിന്റെ പീക്ക് ടൈം തുടങ്ങുന്നത്. 2011-ലാണ് വിരാട് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. എന്നാൽ 1.5 വയസ്സിന് മൂത്തതായ രോഹിത് ടെസ്റ്റിൽ അരങ്ങേറിയത് 2013-ലായിരുന്നു, മധ്യനിരയിൽ. എന്നാൽ രോഹിത്തിന് അവിടെയും സ്ഥിരത പുലർത്താൻ ദീർഘകാലം വേണ്ടിവന്നു. ഒടുവിൽ ഓപ്പണിംഗ് റോളിൽ അതിശക്തമായ തിരിച്ചുവരവ്, താരതമ്യങ്ങളില്ലാത്ത പ്രതിഭകൾ. ശൈലിയിലും സമീപനത്തിലുമെല്ലാം പരസ്പര വിരുദ്ധമായി തുടർന്നപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണുകളായി ഇരുവരും വളർന്നു. യഥാർത്ഥത്തിൽ കോഹ്ലിയുടെ പകുതി മാത്രമാണ് രോഹിത്തിന്റെ ടെസ്റ്റ് ഇന്നിംഗ്സും റൺ നേട്ടവുമെല്ലാം. കോഹ്ലി 123 റൺസ് കളിച്ചപ്പോൾ രോഹിത് 67 എണ്ണം മാത്രമായിരുന്നു. കോഹ്ലി 30 സെഞ്ചുറി അടിച്ചപ്പോൾ രോഹിത് 12. രോഹിത് മുന്നിലുള്ളത് സിക്സറുകളുടെ എണ്ണത്തിലാണ്, 88 എണ്ണം. കോഹ്ലി നേടിയത് 30 മാത്രം.